വെൽക്കം ബാക്ക്. ഇന്ന് ഉമ്മയുടെ റെസിപ്പി അല്ല കേട്ടോ, ഇന്ന് എൻ്റെ റെസിപ്പിയാണ്. ബ്രെഡ് കൊണ്ടുള്ളൊരു അടിപൊളി സ്നാക്ക്. അത് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് വേണം. ബ്രെഡ് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇന്നിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ പഞ്ചസാരയും വെള്ളവും ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ, മധുരം അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി മറ്റൊരു പാനിലേക്ക് 1 കപ്പ് പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് ഒരു ചെറിയൊരു താളൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മളതിലേക്ക് ഒരു 1/2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാൻ. 1 കപ്പ് പാലിന് 1/2 കപ്പ് പാൽപ്പൊടി. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുകി വരണം. ഒരു ക്രീം പരുവത്തിലായിട്ട് അത് വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചട്ടിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു പരിവാകുമ്പം അതിലേക്ക് നമ്മൾ ഒരിച്ചിരി നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്നും 1 സ്പൂണ് ഷുഗർ സിറപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാവുമ്പോൾ, ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് പാന് അടുപ്പത്തു നിന്നും എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ മറ്റൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ച് കൊടുക്കണം. ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് പൊരിച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് അതുപോലെ ഒരു ഭാഗം ഈ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴും ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും. അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ പീസ് ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ബ്രെഡാണ് പൊതിർന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എടുക്കണം കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ പീസിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുത്തിട്ട് ഒന്നാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റൊരു പീസ് എടുത്തിട്ട് അതിന് മുകളിൽ വെച്ചാൽ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മലായി ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് മലായി ടോസ്റ്റ് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്.